ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഹോം മെയ്ഡ് ബട്ടറും നെയ്യുമാണ് കാണിക്കുന്നത്. ഇത് പലരും പല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇന്ന് കാണിക്കാം. ഈ പാത്രത്തിൽ ഏകദേശം 1/2 ലിറ്ററിൽ കൂടുതൽ പാലുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് സെറ്റായി വരാൻ 7 മുതൽ 8 മണിക്കൂർ സമയമെടുക്കും. ഞാനിതിപ്പോൾ രാത്രി ഉറയൊഴിച്ച് രാവിലെ അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റും. ഇത് ഫ്രിഡ്ജിൽ എടുത്തു വെച്ച തൈരാണ്. 6 മണിക്കൂറോളം ഫ്രിഡ്ജിൽ തണുപ്പിച്ചതാണിത്. തണുത്ത തൈരാണെങ്കിൽ അതിൽ നിന്ന് പാടെ എടുത്തു മാറ്റാൻ വളരെ എളുപ്പമാണ്. നല്ല കൊഴുപ്പുള്ള പാലാണെങ്കിൽ നമുക്കിതുപോലെ പാട കിട്ടും. ഇതുപോലെ ഓരോ ദിവസവും പാട എടുത്തു മാറ്റി ഫ്രിഡ്ജിൽ എടുത്തു വയ്ക്കും. ഒരാഴ്ച കഴിയുമ്പോൾ അതെടുത്ത് ഞാൻ മിക്സിയിലിട്ട് വെണ്ണയാക്കി എടുക്കും. ഇത് ഞാൻ ഒരാഴ്ചയായി ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ച പാടയാണ് കേട്ടോ. ഇതിനിപ്പോൾ നല്ല തണുപ്പുണ്ട്. ഇത് മിക്സിയിലിട്ട് കറക്കിയെടുക്കണം. തണുപ്പ് കുറവാണെങ്കിൽ അതിൽ 2-3 ഐസ് ക്യൂബ്സ് ഇടണം. മിക്സി ലോ സ്പീഡിൽ വേണം കറക്കിയെടുക്കാൻ. സ്പീഡ് തീരെ കൂട്ടരുത് കേട്ടോ. ഇത് നമുക്കിനി കറക്കിയെടുക്കാം. തണുപ്പ് കുറവാണെങ്കിൽ തണുത്ത വെള്ളമോ ഐസ് ക്യൂബ്സോ ഇട്ട് കൊടുക്കണം. ഇത് 1 മിനിറ്റിന് ശേഷമാണ്. ഇനി ഒരു 2-3 മിനിറ്റും കൂടി കറക്കിയെടുക്കണം. ഇപ്പൊ ഇത് റെഡിയായി കഴിഞ്ഞു. വെണ്ണ ഇതുപോലെ മുകളിലേക്ക് പൊങ്ങി നിൽക്കും. ഞാൻ ഈ ബൗളിൽ തണുത്ത വെള്ളം ഒഴിച്ചിട്ടുണ്ട്. തണുത്ത വെള്ളമാണെങ്കിൽ വെണ്ണ ഒട്ടിപ്പിടിക്കാതെ നല്ല കട്ടിയായി കിട്ടും. ഇനി നമുക്ക് ഇതിൽ നിന്ന് വെണ്ണ എടുക്കാം. ഒരു സൈഡിലേക്ക് മാറ്റി ഉരുട്ടിയെടുക്കണം. തണുപ്പുള്ളത് കൊണ്ട് കയ്യിലധികം ഒട്ടിപ്പിടിക്കുന്നില്ല. ഇതുപോലെ പ്രസ് ചെയ്തെടുക്കണം. അപ്പോൾ മോരിന്റെ അംശം അധികം ഉണ്ടാവില്ല. ഈ വെണ്ണയ്ക്ക് ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. കടയിൽ നിന്ന് മേടിക്കുന്ന വെണ്ണ പോലെയല്ല. ഇപ്പൊ ഞാൻ അതിലെ എല്ലാ വെണ്ണയും എടുത്തു കഴിഞ്ഞു. ഇനി ഇതിലെ വെള്ളം മാറ്റി 3-4 പ്രാവശ്യം വെണ്ണ കഴുകിയെടുക്കണം. ഇനി ജാറിൽ ബാക്കിയുള്ളത് ഫാറ്റ് ഇല്ലാത്ത നല്ല ശുദ്ധമായ മോരാണ്. ഇത് നമുക്ക് ഉപ്പിട്ട് സംഭാരമായും കുടിക്കാം. ഈ ജാറിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കഴുകിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കഴുകിയാൽ നല്ലോണം വൃത്തിയായി കിട്ടും. ഞാൻ ഈ പാത്രത്തിലാണ് വെണ്ണ എടുത്ത് മാറ്റി വെക്കുന്നത്. ഇനി അത് ഫ്രിഡ്ജിലെടുത്ത് വെക്കും. ഇനി ഞാൻ നെയ്യ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. നമുക്ക് ആവശ്യമുള്ള വെണ്ണ ഫ്രിഡ്ജിലെടുത്ത് മാറ്റി വെച്ച് ബാക്കിയുള്ളത് നെയ്യാക്കി എടുക്കാം. ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. വെണ്ണ ഉരുകി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം ഉരുകി വന്നിട്ടുണ്ട്. ഇതിനി നന്നായി തിളച്ച് വരണം. ഇപ്പൊ ഇതിന്റെ ടെക്സ്ചർ മാറി വന്നിട്ടുണ്ട്. ഇതിനി കുറച്ചു നേരം കൂടെ ഇളക്കി കൊടുക്കണം. ഇപ്പൊ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മളിത് എത്ര കഴുകിയാലും അതിൽ മോരിന്റെ അംശം കാണും. അതാണ് ഈ അടിയിൽ വെളുത്ത് കാണുന്നത്. അത് കുറച്ച് കഴിയുമ്പോൾ കറുത്ത കളറാവും. അവസാനം നെയ്യ് അരിച്ചെടുക്കുമ്പോൾ ഈ വേസ്റ്റ് ഒക്കെ മാറി കിട്ടും. സ്റ്റൗ ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇപ്പൊ കളർ കുറച്ച് മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ചും കൂടി ഡാർക്ക് കളറാണ്. ഇപ്പൊ ഇത് തിളയ്ക്കുമ്പോൾ കടുക് പൊട്ടുന്ന പോലെ ശബ്ദം കേൾക്കാം. നെയ്യ് പാകമായി കഴിയുമ്പോൾ ഈ ശബ്ദം നിൽക്കും.
അതുവരെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ നെയ്യ് നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നെയ്യുടെ നല്ല മണം വരുന്നുണ്ട്. നെയ്യ് ഞാൻ സ്റ്റൗവിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതിനി 1 മണിക്കൂർ കഴിഞ്ഞ് ചൂട് മാറി കഴിയുമ്പോൾ അരിച്ചെടുക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കിനി അരിച്ചെടുക്കാം. ഇതിൻ്റെ അടിയിലുള്ള കറുത്ത വേസ്റ്റ് അരിച്ചെടുക്കുമ്പോൾ ശരിയായിക്കോളും. നെയ്യ് ഒഴിച്ചു വെക്കാനായി ഞാനൊരു കുപ്പി എടുത്തിട്ടുണ്ട്. നെയ്യ് അരിച്ചെടുക്കാനായി നല്ല വൃത്തിയുള്ള കനം കുറഞ്ഞ കോട്ടൺ തുണിയാണ് നല്ലത്. ഇപ്പം ഞാനിത് അരിച്ചെടുക്കുകയാണ്. ഇതാ നല്ല ശുദ്ധമായ പശുവിൻ പാലിൽ നിന്നെടുത്ത ശുദ്ധമായ നെയ്യ്. ഇത് ഒരുപാട് ദിവസം കേടാകാതെ സൂക്ഷിക്കാൻ പറ്റിയതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട വെണ്ണയും നെയ്യും ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.